അഭിപ്രായമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ മുനമ്പം വിഷയം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. മുനമ്പത്തെ വഖഫ് ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഉമീദ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് സ്വത്തുക്കൾ മുഴുവൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു പോർട്ടലാണ്. അതിൽ മുനമ്പം ഭൂമിയും രജിസ്റ്റർ ചെയ്തു എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ അന്ന് പറഞ്ഞിരുന്നു, അത് UDF അധികാരത്തിൽ വന്നാൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, അതിന്റെ നിയമവശങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കഴിഞ്ഞ സർക്കാർ അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് അതിനൊരു മുത്തവല്ലി ആവശ്യമാണ്. കാരണം അതിനൊരു അധികാരി, ഓരോ വഖഫ് സ്വത്തുക്കൾക്കും അതിന് ഒരു അധികാരി ഉണ്ടായിരിക്കും. ആ അധികാരിയാണ് മുത്തവല്ലി എന്ന് പറയുന്നത്. ആ മുത്തവല്ലിയാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുനമ്പം ഭൂമിക്ക് അങ്ങനെ ഒരു മുത്തവല്ലി ഇല്ല. വഖഫ് ബോർഡ് അങ്ങനെ ഒരു മുത്തവല്ലിയെ നിയമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് നേരിട്ട് അത് രജിസ്റ്റർ ചെയ്തു എന്ന് വേറെ ഒരു ചാനലിലും ഇന്ന് വാർത്തകൾ കണ്ടു. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായി. കാരണം ആരെയും കുടിയൊഴിപ്പിക്കില്ല, അതൊക്കെ രമ്യമായി പരിഹരിക്കും എന്നാണ് അദ്ദേഹം വാക്ക് നൽകിയത്. അത് ഒരു നല്ല തീരുമാനമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ അവർ പൈസ കൊടുത്ത് വാങ്ങിയാലും എങ്ങനെ വാങ്ങിയാലും അത് അവരുടെ സ്വത്താണ്. അത് അവർ ഗവൺമെന്റ് സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോൾ തുടരുന്ന വഖഫ് ബോർഡ് എങ്ങനെ അത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നത് ഒക്കെ അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കാരണം അതിന് മുത്തവല്ലി ഇല്ല. അതിന് മുത്തവല്ലി വരേണ്ടത് ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജ് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ ഫാറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അത് വഖഫ് ബോർഡ് നേരിട്ട് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതൊരു വ്യക്തത ഇതിന് വന്നിട്ടില്ല. ഇതിന് എല്ലാത്തിനും കൂടി ഒരു ക്ലിയറൻസ്, വ്യക്തത വാർത്ത വരേണ്ടതുണ്ട്. ഏതായാലും മുനമ്പം വിഷയം വീണ്ടും സജീവമായി എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അത് ഒരു വളരെ പ്രാധാന്യമുള്ളതും തന്നെയാണ്. ആരെയും കുടിയൊഴിപ്പിക്കില്ല, തലസ്ഥിതി തുടരാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞത്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സംസ്ഥാന സർക്കാർ അത് അവിടുത്തെ ആൾക്കാരെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കോടതിയെ ധരിപ്പിക്കും എന്നൊക്കെ തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പക്ഷെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് അതിന് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ കോടതിക്കും സർക്കാരിനും, സംസ്ഥാന സർക്കാരിനും കോടതിക്കും അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ കൂടുതൽ നിയമവശങ്ങൾ അതിൽ അറിയേണ്ടതുമുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തത ഇതുവരെ കൃത്യമായി ഒന്നും വന്നിട്ടില്ല. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയമാണ്. കാരണം അത് വഖഫ് സ്വത്തുക്കൾ ഏകീകരിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് ഈ പോർട്ടൽ തുടങ്ങിയതും അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതും. എല്ലാ പള്ളികളും വഖഫ് ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളും വഖഫ് അല്ലാത്ത സ്ഥാപനങ്ങളും ഒക്കെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതിനെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറെ മുന്നേ ശ്രദ്ധിച്ചിരുന്നല്ലോ. പിന്നെ ആ പോർട്ടലൊക്കെ ക്ലിയർ ആയി, എല്ലാവരും അതിൽ രജിസ്റ്റർ ചെയ്തു. അതിന്റെ ഒപ്പം മുനമ്പം ഭൂമിയും രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ വാർത്ത ശരിയാണെങ്കിൽ ഇനി സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും, കോടതി മുഖാന്തിരം എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഇനി വളരെ നിയമ വിദഗ്ധരൊക്കെ അത് പഠിച്ചു പറയേണ്ടതാണ്. അത് ഒറ്റയടിക്ക് അതിനെ പറയാൻ സാധ്യമല്ല. എങ്കിലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഉറപ്പ് ഇവിടെ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഒരാളെയും കുടിയിറക്കില്ല, തലസ്ഥിതി തുടരുവാൻ സാധ്യമായ സർക്കാർ സഹായങ്ങളൊക്കെ ലഭ്യമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു നല്ല അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ ഒരു നല്ല തീരുമാനം ഏതായാലും
ഒരു നല്ല തീരുമാനം തന്നെയായിരിക്കും. കാരണം കുറെ ചാനലുകളൊക്കെ 10 മിനിറ്റ് കൊണ്ട് സതീശൻ പ്രശ്നം പരിഹരിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിന് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത ന്യൂസുകൾ കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്ന് പഴയ തലസ്ഥിതി അനുസരിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അദ്ദേഹത്തിന് അതിന്റെ നിയമവശങ്ങളൊക്കെ അറിയാമായിരിക്കും. അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് ആണ് ശ്രീ വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അത് 10 മിനിറ്റിന്റെ ഉള്ളിൽ പരിഹരിക്കാൻ സാധിക്കും എന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴത് ഒമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് അതിന് ഇനി നിയമവശങ്ങളൊക്കെ കൂടുതൽ പഠിക്കേണ്ടതുണ്ടായിരിക്കും. അത് വിദഗ്ധരായ വക്കീലന്മാരൊക്കെ, അത് സർക്കാരിന്റെ വക്കീലും ഒക്കെ അത് പഠിച്ച് വിശദമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഒരാളെയും കുടിയിറക്കില്ല എന്ന അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. തീർച്ചയായും ആ ഉറപ്പ് പാലിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുമുള്ളത്. ഏതായാലും മുനമ്പം വിഷയം വീണ്ടും സജീവ ചർച്ചകളിലേക്ക് വരികയാണ് എന്നത് തന്നെയാണ്. അപ്പോൾ അത് ആ വിഷയം വീണ്ടും സജീവ ചർച്ചകളിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഉറപ്പ് വളരെ പ്രാധാന്യപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഉറപ്പിന് നമ്മൾ 2-3 പ്രാവശ്യം അത് എടുത്തു പറഞ്ഞതും അതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചതും അതിന്റെ പിന്നാമ്പുറങ്ങൾ സൂചിപ്പിച്ചതും ഒക്കെ. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാലിക്കപ്പെടും, അവിടെയുള്ള ആരും എവിടെയും പോകില്ല എന്ന് തന്നെയാണ് നമുക്കും ഉറപ്പ് പറയാനുള്ളത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വീണ്ടും നമ്മൾ അതിന്റെ അറിവിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. തീർച്ചയായും നന്ദി, നമസ്കാരം.